HSA ഫിസിക്കൽ സയൻസ്, സെറ്റ്, നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതുപോലെ PSC എക്സാംസ്, ഇവയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് ഇതാണ്, സയന്റിഫിക് നൊട്ടേഷൻ. ഇപ്പം നമ്മൾ ഫിസിക്സിലാണെന്നുണ്ടെങ്കിലും കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 554.356 എന്നുള്ള രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ 0.000153 എന്നുള്ള രീതിയിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള റീഡിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കമ്പയർ ചെയ്യുക ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഈ കമ്പാരിസൺ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഈ ഡിജിറ്റുകളെ നമ്മൾ സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതും. അപ്പൊ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡിജിറ്റുകളെ n into 10⁻n എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുന്ന ഫോമിനെ പറയുന്ന പേരാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് സ്മോൾ n എന്ന് പറയുന്നത് എക്സ്പോണന്റിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂസ് ആകാം അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആകാം. ഈ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 1നും 10നും ഇടയിലായിരിക്കും. അതായത് നമ്മൾ ഈ രണ്ട് ഡിജിറ്റിനെ എന്തിലേക്ക് മാറ്റി എഴുതണം? 1നും 10നും ഇടയിലുള്ള ഒരു ഡിജിറ്റ് ആക്കി മാറ്റി എഴുതണം. അതാണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷനിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ നമ്പറിനെ സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ അത് 554.356 ആണ്. അപ്പൊ ഇതിനെ എന്തിലേക്ക് മാറ്റി എഴുതണം? 1നും 10നും ഇടയിലുള്ള ഒരു റീഡിംഗ് ആക്കി മാറ്റി എഴുതണം. 10 ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? 5 പോയിന്റ് സംതിങ് ആക്കി എഴുതണം. അപ്പൊ ഇതിനെ 5.54356 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റി. ഇങ്ങനെ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ into 10 raised to power എന്ന് പറയുന്നത് 2 ആയിരിക്കും. അത് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എത്ര സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റിയോ അത്രയും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 2 സ്ഥാനമാണ് ലെഫ്റ്റിലേക്ക് മാറ്റിയത്, അതുകൊണ്ട് 2 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ സംഖ്യ നോക്കാം. ഈ സംഖ്യയിൽ നമ്മൾ എന്ത് ചെയ്യണം? 1.53 ആക്കി എഴുതണം. 1.53 ആക്കി എഴുതണം. അതായത് 1നും 10നും ഇടയിലാക്കി എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം മാറ്റി, 2 സ്ഥാനം മാറ്റി, 3 സ്ഥാനം മാറ്റി, 4 സ്ഥാനം മാറ്റി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് into 10 raised to power എത്രയായിരിക്കണം? 4 ആയിരിക്കണം. അപ്പൊ 4 ആയപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് -4 ആണ്. അപ്പൊ ഈ സംഖ്യയെ 5.54 എന്നുള്ള രീതിയിലും ഈ സംഖ്യയെ 1.53 എന്നുള്ള രീതിയിലും എഴുതുന്ന into 10 raised to power ആയിട്ട് എഴുതുന്ന ഈ ഒരു നൊട്ടേഷനെ പറയുന്ന പേരാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കണും കൂടി അമർത്തിയേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.